നാടിന്റെ വികസനം ജനങ്ങൾക്ക് നിത്യജീവിതത്തിൽ അനുഭവവേദ്യമാകുമ്പോഴാണ് സർക്കാർ എന്നത് ഭരണ സംവിധാനത്തിനപ്പുറം ഒരു വികാരമായി മാറുന്നത്. കേരള ജനത പിണറായി വിജയൻ സർക്കാരിനെ നെഞ്ചേറ്റിയതും അതുകൊണ്ട് തന്നെ. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ആകുലതകൾക്ക് ചെവി കൊടുക്കാനും അതേസമയം സമസ്ത മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിക്കുന്ന വികസനം കൊണ്ടുവരാനും ഒരേപോലെ കഴിഞ്ഞു എന്നിടത്താണ് ഈ സർക്കാരിന്റെ വിജയം. പരമ്പരാഗതമായി കേരള സംസ്ഥാനത്തിനുള്ള മേന്മകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൌർബല്യങ്ങളെ മറികടക്കുന്നതിനുള്ള ശ്രമമാണ് കഴിഞ്ഞ 4.5 വർഷക്കാലം സർക്കാർ നടത്തിയത്. 4 മിഷനുകൾ നവകേരള സൃഷ്ടിക്ക് അടിത്തറ പാകി. ആരോഗ്യമേഖലയിൽ നടപ്പാക്കിയ ആർദ്രം മിഷനിലൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആരോഗ്യ സംവിധാനം നവീകരിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ ഭൌതിക അക്കാദമിക നിലവാരം ലോകോത്തര തലത്തിലേക്ക് എത്തിച്ചു. 5.5 ലക്ഷത്തോളം കുട്ടികൾ പുതുതായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് എത്തിയത് ഈ മികവിന്റെ സാക്ഷ്യപത്രമായി. ഭവനരഹിതരായ 2.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് നൽകി. കേരളത്തിന്റെ പച്ചപ്പും ജലസമൃദ്ധിയും വീണ്ടെടുക്കുന്നതിനായി വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഹരിത കേരളം മിഷനിലൂടെ സാധിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം ഇത്രമേൽ സാധ്യമായ മറ്റൊരു കാലഘട്ടം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 45,000 കോടിയിലധികം രൂപയുടെ 600ഓളം പദ്ധതികൾ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കി. പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയതിനൊപ്പം നിക്ഷേപ സൌഹൃദ സംസ്ഥാനമായി കേരളത്തിന്റെ പ്രതിച്ഛായ പുനർനിർമ്മിച്ചു. 4.5 വർഷം കൊണ്ട് ആഭ്യന്തര പച്ചക്കറി ഉൽപാദനം ഇരട്ടിയാക്കി. ക്ഷീരമേഖല സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തു. സർക്കാർ ഓഫീസുകളിൽ ഇ ഗവേണൻസ് നടപ്പാക്കിയതിലൂടെ അഴിമതി തുടച്ചു നീക്കാൻ കഴിഞ്ഞു. ക്രമസമാധാന പരിപാലനത്തിലെ മികവിലൂടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടിൽ വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി കേരളം രേഖപ്പെടുത്തപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗും ചേർന്ന് തയ്യാറാക്കിയ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ കേരളം രാജ്യത്ത് ഒന്നാമതെത്തി. ക്രമസമാധാന പരിപാലനത്തിനും അഴിമതി നിർമ്മാർജ്ജനത്തിനും പൊതുഭരണ മികവിനും കേരളത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങൾ സർക്കാരിന്റെ പ്രവർത്തന ശൈലിക്കുള്ള അംഗീകാരമായി. മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് ഈ സർക്കാരിന്റെ പ്രവർത്തന ശൈലിയിലെ പ്രകടമായ മാറ്റങ്ങളിലൊന്ന് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എത്രമാത്രം നടപ്പാക്കാനായി എന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് സ്വന്തം കടമയാണെന്ന് സർക്കാർ കണക്കാക്കുന്നു. വർഷാവർഷം പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം. ജനാധിപത്യ പ്രവർത്തനത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ടു പോകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പൊടിതട്ടിയെടുക്കുന്ന കടലാസ് കെട്ടായി പ്രകടന പത്രികയെ കാണുന്ന പതിവു രീതി അവസാനിപ്പിച്ചു. വിശദമായ പഠനങ്ങൾക്ക് ശേഷം തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ 600 വാഗ്ദാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇവയോരോന്നിനും കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടായി. ഓരോ വർഷാവസാനവും എത്ര വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്ന് ജനങ്ങളെ കൃത്യമായി അറിയിച്ചുകൊണ്ടിരുന്നു. സർക്കാർ 4.5 വർഷം പിന്നിടുമ്പോൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിയ 600 വാഗ്ദാനങ്ങളിൽ 570 എണ്ണവും പൂർത്തിയാക്കിയിരിക്കുന്നു. എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം. ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ച് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് സ്ഥാപിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബായ കൊച്ചി ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സും അമേരിക്കയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ഏക സൂപ്പർ ഫാബ് ലാബും ഒക്കെ കേരളത്തെ ലോക IT ഭൂപടത്തിൽ പ്രതിഷ്ഠിച്ചു. 2016-ൽ 8 പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ മാത്രം ലാഭമുണ്ടാക്കിയിരുന്നുവെങ്കിൽ 2019-ൽ 17 സ്ഥാപനങ്ങൾ ലാഭത്തിലായി. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 59,000-ഓളം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. കയർ മേഖലയിൽ ഉൽപാദനത്തിലും സംഭരണത്തിലും റെക്കോർഡ് വർധന ഉണ്ടായി.
അടഞ്ഞുകിടന്ന കശുവണ്ടി ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിച്ച് തൊഴിൽ ഉറപ്പാക്കി. കെഎസ്ആർടിസിയിൽ പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കി. പ്രവാസികൾക്കുള്ള പൊതുവേദിയായി ലോക കേരള സഭ രൂപീകരിക്കുകയും സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പ്രവാസികളുടെ സംഭാവന ഉറപ്പാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. പ്രതിസന്ധികൾ പലതുണ്ടായെങ്കിലും അത് പദ്ധതി നിർവഹണത്തിൽ തെല്ലും പ്രതിഫലിക്കാതെ മുന്നോട്ടു കൊണ്ടുപോകാനായി എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ ഭാഗധേയം തിരുത്തിയെഴുതപ്പെടുകയാണ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധം കേരളം നടത്തിയ ചുവടുവയ്പാണ് വികസന പ്രവർത്തനങ്ങളുടെ ആണിക്കല്ല്. കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വൻകിട പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അടിസ്ഥാന വികസന രംഗത്ത് നിരവധി വൻകിട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചു. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് കൊച്ചിയിലെ LNG ടെർമിനലിൽ നിന്ന് മംഗലാപുരത്തേക്ക് പ്രകൃതിവാതകം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ. മുളയിലെ അവസാനിച്ചുവെന്ന് കരുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ അടയാളമായി അത് മാറുന്നു. സ്ഥലമേറ്റെടുപ്പിലെ എതിർപ്പ് കാരണം എന്നേക്കുമായി നഷ്ടമായി എന്ന് കരുതിയിരുന്ന ദേശീയപാതാ വികസനവും സാധ്യമാവുകയാണ്. കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം വരെ 45 മീറ്ററിൽ തന്നെ ദേശീയപാത ഒരുങ്ങുന്നു. ദേശീയപാതാ വികസനത്തിന് സമാന്തരമായി 1267 കിലോമീറ്റർ മലയോര ഹൈവേയും 657 കിലോമീറ്റർ തീരദേശ ഹൈവേയും നിർമ്മാണം പുരോഗമിക്കുന്നു. കേരളത്തിന്റെ ഗതാഗത ചരിത്രത്തിലെ നാഴികക്കല്ലായ കൊച്ചി മെട്രോ ആദ്യഘട്ടം പൂർത്തിയായി. വാട്ടർ മെട്രോയുടെ പണിയും അതിവേഗം പുരോഗമിക്കുകയാണ്. കോവളം മുതൽ ബേക്കൽ വരെയുള്ള ദേശീയ ജലപാതാ പദ്ധതിക്കും പിണറായി വിജയൻ സർക്കാർ ജീവൻ നൽകി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 4 മണിക്കൂർ കൊണ്ടെത്താൻ ലക്ഷ്യമിടുന്ന സെമി ഹൈസ്പീഡ് റെയിൽവേക്കുള്ള പദ്ധതി തയ്യാറായിരിക്കുന്നു. ഉത്തര മലബാറിന്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനമാരംഭിച്ചു. തെക്കൻ കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വൈദ്യുതി രംഗത്തെ പ്രതിസന്ധിക്ക് പരിഹാരമായി ഇടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയായി. വൈദ്യുതി പ്രസരണ രംഗത്തെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്ന ട്രാൻസ്ഗ്രിഡ് പദ്ധതി പുരോഗമിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയും ഗവേഷണ രംഗത്തെ പുത്തൻ ചലനങ്ങൾക്ക് വേദിയാണ്. വീശിയടിച്ച കാറ്റും പെയ്തിറങ്ങിയ പ്രളയവും കേരളത്തെ ചുഴറ്റിയെറിഞ്ഞപ്പോൾ കൈപിടിച്ചുയർത്തിയ കപ്പിത്താനായി സർക്കാർ നിലകൊണ്ടു. കോവിഡ് മഹാമാരിയുടെ വ്യാപനത്തിലും ചെറുത്തു നിൽക്കാൻ ഈ സർക്കാരുണ്ടെന്ന ബോധ്യം കേരളീയർക്ക് കരുത്തു പകർന്നു. ഓഖി ചുഴലിക്കാറ്റും 2018ലെയും 2019ലെയും പ്രളയങ്ങളും നിപ്പ പകർച്ചവ്യാധിയും കോവിഡ് മഹാമാരിയും കേരളത്തിന് അഗ്നിപരീക്ഷണങ്ങളായിരുന്നു. ദുർഘടമായ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചതും കാര്യക്ഷമമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ മേന്മ തുറന്നുകാട്ടി. പ്രളയത്തിൽ തകർന്നടിഞ്ഞ മേഖലകളെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് നടപ്പാക്കി വരുന്നു. 2016-ൽ സംസ്ഥാനത്ത് 34 ലക്ഷം പേർക്ക് 600 രൂപ നിരക്കിൽ ആയിരുന്നു ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് 1400 രൂപ വീതം 60 ലക്ഷം പേരിലേക്കാണ് ക്ഷേമ പെൻഷൻ എത്തുന്നത്. അതിഥി തൊഴിലാളികൾക്ക് പാർപ്പിട സമുച്ചയവും ഇൻഷുറൻസ് പരിരക്ഷയും നൽകി സർക്കാർ മാതൃകയായി. നിപ്പ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുന്നതിൽ കാണിച്ച ജാഗ്രതയും മികവും ലോകശ്രദ്ധ പിടിച്ചുപറ്റി. സർക്കാരിന്റെ കരുതൽ മലയാളികൾ തിരിച്ചറിഞ്ഞ ഘട്ടമായിരുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ ലോക്ഡൌൺ കാലം. കൊറോണ വ്യാപനത്തെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും 17 ഇനം അവശ്യ സാധനങ്ങൾ അടങ്ങിയ പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തു. 86 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സഹായം ലഭിക്കുന്നത്. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ
ടൂറിസം മേഖലയ്ക്കായി പ്രത്യേക പാക്കേജ് നടപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. കോവിഡ് വാക്സിൻ സൌജന്യമായി ലഭ്യമാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും ഈ കരുതലിന്റെ തുടർച്ച തന്നെയാണ്. നവകേരള സൃഷ്ടി എന്നത് കേവലം 4 വർഷം കൊണ്ട് സാധ്യമാക്കാവുന്ന ഇന്ദ്രജാലമല്ല, അതൊരു തുടർ പ്രക്രിയയാണ്. വികസന കുതിപ്പിനുള്ള അടിത്തറ പാകിക്കഴിഞ്ഞു. ഇനി ഭാവി കേരളത്തിന്റെ നെടും തൂണുകളാകുന്ന അഭിമാന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്ന ദൗത്യമാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യം നേടാനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കെ ഫോൺ പദ്ധതിയിലൂടെ 20 ലക്ഷം BPL കുടുംബങ്ങൾക്ക് സൌജന്യ കണക്ഷൻ ലഭ്യമാക്കും. ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ ഗുണം ചെയ്യുന്നതാകും എരുമേലിയിൽ സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം. പുതിയ ലോകം തീർക്കുന്ന വെല്ലുവിളികളെ സൃഷ്ടിപരമായി സധൈര്യം നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കുക എന്ന ദൌത്യമാണ് ഈ സർക്കാർ ഏറ്റെടുത്തത്. അതിൽ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് തിളങ്ങാൻ കഴിഞ്ഞു എന്ന് നമുക്ക് അഭിമാനിക്കാം. കൂടുതൽ ദൂരം മുന്നോട്ടു പോകേണ്ടതുണ്ട്. പുതിയ വഴികൾ വെട്ടിത്തെളിക്കേണ്ടതുണ്ട്. നിലവിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുക. എണ്ണത്തിലൊതുങ്ങുന്നതല്ല മുന്നിലുള്ള ലക്ഷ്യം. അത് നാടിന്റെയാകെ കൈകോർത്തു പിടിച്ചുകൊണ്ടാകണം. അതിനായി സമൂഹത്തിലെ നാനാമേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുമായി സംവദിച്ചുകൊണ്ടാണ്, ജനാധിപത്യത്തിന്റെ ഉദാത്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. നവകേരളത്തിന്റെ സമുജ്വലമായ നാളേക്കായി നമുക്കോരോരുത്തർക്കും കൈകൊടുക്കാം. നിൽക്കാം ഒന്നിച്ച്, നീങ്ങാം ഒന്നായി, എത്താം ഒന്നാമതായി.